ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പൊമ്പല ഒരുമ എന്ന് പറയുന്ന മൂവിയാണ്. തന്റെ ഭാര്യയ്ക്ക് സംശയരോഗമാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുൻപിൽ ഒരാൾ അവളെ നാണം കെടുത്തുന്നു. എന്നാൽ അവളാകട്ടെ തനിക്കൊരു രോഗവുമില്ല, തന്റെ ഭർത്താവിന് അവിഹിതമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. നമുക്കധികം പരിചയമില്ലാത്ത ആക്ടേഴ്സാണ് ഈ മൂവിയിലെങ്കിലും മൂവിയുടെ കഥ കിടിലമാണ്. അപ്പൊ നമുക്ക് താമസിച്ച മൂവിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. കഥ നടക്കുന്നത് കോവിഡ് ടൈമിലാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറായ ആൻസി ആകട്ടെ പീതാംബരൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അയാൾ കോവിഡ് പോസിറ്റീവായിട്ട് 4-5 ദിവസമായിട്ടേ ഉള്ളൂ. എന്നാൽ വീട് അടിച്ചിട്ടിരിക്കുന്ന കാരണം അയാളുടെ വൈഫ് ജോലി ചെയ്യുന്നിടത്തേക്ക് അവർ പോവുകയാണ്. പീതാംബരന്റെ വൈഫിന്റെ പേര് സുനിത എന്നാണ്. ഷീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലെ തയ്യൽ ജോലിക്കാണ് സുനിത വരുന്നത്. പീതാംബരൻ ജോലിക്ക് പോയെന്ന് സുനിത പറഞ്ഞതും ആൻസി ആകട്ടെ അവളെ വഴക്ക് പറയുന്നു. കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങാതെ അയാൾ എന്തിനു ജോലിക്ക് പോയെന്നാണ് ആൻസി ചോദിക്കുന്നത്. പീതാംബരനോട് ഇനി കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ജോലിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ആൻസി അവിടെ നിന്നും പോകുന്നത്. എന്നാൽ ആ നാട്ടിലുള്ള മറ്റു കുറച്ച് സ്ത്രീകളിൽ നിന്നും ആൻസി അറിയുന്നുണ്ട് പീതാംബരന്റെ ഭാര്യ സുനിതയ്ക്ക് സംശയരോഗമാണെന്ന്. അവളുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ആ പീതാംബരൻ വീട്ടിലിരിക്കാതെ ജോലിക്ക് പോകുന്നതെന്ന്. ആൻസി തന്റെ 4 സുഹൃത്തുക്കളുടെ കൂടെ ഒരു വീടെടുത്തായിരുന്നു താമസം. അതിലൊരാൾ സൈക്കോളജിസ്റ്റ്, ഒരാൾ LIC ഏജന്റ്, ഒരാൾ തിരക്കഥാകൃത്ത്, പിന്നെ ഒരാളാകട്ടെ കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സൂംബിയാവുന്നൊക്കെ പറഞ്ഞിട്ട് FBയിൽ പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തിയുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആൻസി ആകട്ടെ പീതാംബരനെ പോയി കാണുന്നുണ്ട്. നിങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ അയാൾ ഇല്ലാന്ന് പറയുന്നു. അതിന്റെ പേരിൽ ആൻസിയും പീതാംബരനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇനി ജോലിക്ക് പോയാൽ മതി എന്നാണ് ആൻസി പറയുന്നത്. അങ്ങനെ പീതാംബരൻ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് നെഗറ്റീവ് ആയിരുന്നു. എന്നാ പിന്നെ അയാളോട് ജോലിക്ക് പോയിക്കൊള്ളാൻ ആൻസി പറയുന്നു. അന്ന് തിരിച്ച് തന്റെ വണ്ടി എടുക്കാൻ വന്ന ആൻസി ആകട്ടെ അതിലൊരു പൊതിയിരിക്കുന്നു കാണുന്നു. അത് തുറന്നു നോക്കുമ്പോഴോ കുറച്ച് ഇലയുടെയായിരുന്നു. ഒരു കത്തും അതിലുണ്ട്. കുറച്ച് ഇലയുടെയാണ്, കഴിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന്. അവള് തന്റെ കൂട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോയി അത് തുറന്നു നോക്കുമ്പോഴാണ് അതിലൊരു ഇലയുടെയിൽ നിന്ന് മറ്റൊരു കത്ത് കിട്ടുന്നത്. പീതാംബരന്റെ ഭാര്യ സുനിതയായിരുന്നു ആ കത്ത് എഴുതിയിരുന്നതും ഇലയുടെ കൊടുത്തതും. നാളെ പറ്റുവാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ആ തയ്യൽ നടക്കുന്ന വീടായ ഷീല ചേച്ചിയുടെ വീട്ടിലേക്ക് വരണം. എനിക്ക് ആൻസിയോടൊരു കാര്യം പറയാനുണ്ട്. ചുരിദാർ തയ്ക്കാൻ എന്ന വ്യാജേന വന്നാ മതി. വരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഈ കത്തെഴുതിയ കാര്യം ആരോടും പറയാൻ നിൽക്കരുത്. എന്ത് വേണമെന്ന് ആൻസി കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് നീ എന്തായാലും പോയി നോക്കാൻ. പിറ്റേന്ന് അങ്ങനെ ചുരിദാർ തയ്ക്കാൻ എന്ന വ്യാജേന സുനിത ജോലി ചെയ്യുന്ന ഷീലയുടെ വീട്ടിലെത്തി ആൻസി സുനിതയോട് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് ഏകദേശം ഊഹിക്കാം. ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനെ സംശയമല്ലേന്ന്. എന്നാൽ സുനിത പറയുന്നുണ്ട് നീ പെതുക്കെ സംസാരിക്കുമെന്ന്. കാരണം ഈ വീട്ടിലെ ഷീല ചേച്ചിക്ക് മറ്റൊരു പേരുണ്ട്, ഒളിഞ്ഞു നോക്കി ഷീല എന്ന്. ആൾക്കാർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഒളിഞ്ഞു കേട്ടിട്ട് നാട്ടുകാരോട് മൊത്തം പോയി പറയും. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് പതുക്കെ മതി. ചേച്ചിയുടെ ഭർത്താവിന് അവിഹിതം ഉണ്ടെന്ന് ചേച്ചി പറയുന്നുണ്ടല്ലോ, അതിനെന്താ തെളിവെന്ന് അവളോട് ചോദിക്കുമ്പോൾ സുനിത താൻ കണ്ടെത്തിയ വിവരങ്ങൾ ആൻസിയോട് പറയുന്നു. അയാൾ പതിവില്ലാതെ ഇടയ്ക്കൊക്കെ സിനിമയ്ക്ക് പോകുന്നു. പോയോന്ന് ചോദിച്ചപ്പോൾ പോയില്ലാന്ന് കള്ളം പറയുന്നു. എന്റെ ഹസ്ബൻഡിന് ചെറിയ വിക്കുണ്ട്, എന്നാൽ കള്ളം പറയുന്ന സമയത്ത് നല്ല പോലെ വിക്കും. മാത്രമല്ല ഒരിക്കൽ പോലും അയാൾ ബൈക്ക് കഴുകാറില്ല. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടും കഴുകാത്ത ബൈക്കാകട്ടെ ഈ ഇടയായിട്ട് എന്നും നല്ല പോലെ കഴുകുന്നു. പലതവണ ഞാൻ അയാളോട് താടിയൊക്കെ ഷേവ് ചെയ്ത് വൃത്തിയായിട്ട് നടക്കാൻ പറയാറുണ്ട്. അതൊന്നും കേൾക്കാറില്ലായിരുന്നു. എന്നാൽ ഈയിടെയായിട്ട് താടിയൊക്കെ വടിച്ച് നല്ല വൃത്തിയായിട്ടാണ് നടക്കുന്നത്. മാത്രമല്ല ഈയിടെയായിട്ട് ജോലിക്ക് കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. കെട്ടിടം പണിയാണ് പീതാംബരന്റെ ജോലി. എന്നാൽ കൊണ്ടുപോകുന്ന തുണികൾ അതുപോലെ തിരിച്ചു കൊണ്ടുവരുന്നു. അതിനർത്ഥം അയാൾ ജോലിക്ക് പോയിട്ടില്ല എന്നാണ്. ചോദിക്കുമ്പോൾ കള്ളം പറയുന്നുണ്ട് എനിക്കിന്ന് വലിയ ജോലിയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാണ് അതിൽ അഴുക്കൊന്നും പറ്റാഞ്ഞതെന്ന്. നേരത്തെ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് പോകുന്ന ആളുടെ ഫോൺ ആകട്ടെ ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കായിരുന്നു. മോൾ അതില് വല്ല വീഡിയോയും കാണാനാണ് സാധാരണ എടുക്കുന്നത്. എന്നാൽ ഈയിടെയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ആ ഫോൺ തൊടാൻ അയാൾ സമ്മതിക്കുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ആകട്ടെ ആരോടോ വലിയ ടെൻഷനിൽ സംസാരിക്കുന്ന കണ്ടു. കാര്യം ചോദിച്ചിട്ട് നീ അറിയേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അയാൾ ആ ഫോണും ആ സിമ്മും ഉപയോഗിച്ചിട്ടില്ല. അതിനു പകരം ഞാൻ ഉപയോഗിക്കുന്ന പോലെ ചെറിയൊരു ഫോണും സിമ്മും ആണ് വാങ്ങിക്കൊണ്ട് വന്നത്. ആ ഫോൺ ആകട്ടെ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും. കുളിക്കുമ്പോ പോലും അത് കിണറ്റുകരയിൽ കൊണ്ടുവയ്ക്കും. ഞാനെടുത്ത് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഫോൺ ആകട്ടെ പല പാർട്സ് ആക്കി പലയിടത്താണ് വെക്കുന്നത്. അതെല്ലാം കൂടി ഒരുമിപ്പിച്ച് വെക്കാൻ എനിക്കറിയില്ല എന്ന് അയാൾക്കറിയാം. അയാൾക്ക് കോൾ ചെയ്യേണ്ട സമയത്ത് അതെല്ലാം ഒരുമിപ്പിച്ചിട്ട് അയാൾ കോൾ ചെയ്യും. എന്നിട്ട് വീണ്ടും തിരിച്ച് അതുപോലെ തന്നെ വെക്കും. മാത്രമല്ല ഈയിടെയുടെ രാത്രി അയാൾ എന്റെ വീട്ടിൽ കിടക്കില്ല. മുകളിലുള്ള വീട്ടുകാരാകട്ടെ അമേരിക്കയിലാണ്. അവരുടെ വീട് നോക്കാനുള്ള താക്കോല് ഇയാളുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അയാൾ രാത്രിയാവുമ്പോൾ കൊച്ചിനെ എടുത്തുകൊണ്ട് അവിടെ കിടക്കാം, അവിടെ AC ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും. പിന്നെ ചില ദിവസങ്ങളിലാകട്ടെ പണിക്ക് പോകുന്ന മുണ്ടു ഷർട്ടിന്റെ കൂടെ എക്സ്ട്രാ ഒരു പാന്റ് ഷർട്ടും കൂടി തേച്ച് വെച്ചുകൊണ്ട് പോകുന്ന കണ്ടു. അതിന്റെ പിറ്റേന്ന് നോക്കുമ്പോൾ വീട്ടിൽ നിന്നും അതിരപ്പള്ളിയിലെ ഒരു റിസോർട്ടിന്റെ പേപ്പറും കണ്ടെത്തി. എനിക്ക് അപ്പോഴേ മനസ്സിലായി തലേന്ന് എന്തിനാ പാന്റ് ഷർട്ടും തേച്ചുകൊണ്ട് പോയതെന്ന്. ഞാനത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ എനിക്ക് സംശയരോഗമാണെന്നും അയാൾക്ക് അങ്ങനെ ഒരു അഫയറും ഇല്ലെന്നുമാണ് അയാൾ പറഞ്ഞത്. മാത്രമല്ല ഞാൻ TV ഒക്കെ കണ്ടിട്ട് അതിൽ നിന്ന് ഓരോന്ന് പഠിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്റെ TV കാണൊക്കെ അവസാനിപ്പിച്ചു. വീട്ടിലെ ഫ്യൂസും അയാൾ ഊരിക്കൊണ്ട് പോകുന്നത് പതിവായി. എന്നിന്റെ അത്രയും മുകളിലത്തെ വീട്ടിൽ കിടക്കാൻ പോകുമ്പോൾ ഫ്യൂസ് ഊരിയിട്ടാണ് പോകുന്നത്. മാത്രമല്ല ഞാൻ അയാളെ ഇങ്ങനെ സംശയിച്ചതിന്റെ പേരിൽ ഇയാൾ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു വരുത്തി ഞാൻ സംശയരോഗിയാണെന്ന്. അയാളുടെ ഒരു കൂട്ടുകാരൻ ഇവിടുത്തെ ഒരു ഓട്ടോക്കാരൻ ഷൺമു ഉണ്ട്. അവനോടും പോയി പറഞ്ഞു എനിക്ക് സംശയരോഗമാണെന്ന്. അവനാണ് ഈ നാട് മൊത്തം പരത്തിയത്. പണ്ട് എന്റെ കുട്ടിയും പീതാംബരനെയും ഈ ഷൺമുവിനെയും ഇവിടുത്തെ ഇടിയൻ SI പിടിച്ച് നല്ല ഇടി കൊടുത്തതാ. വഴിയിൽ വെച്ച കണ്ട ആരുടെ അടുത്തോ സദാചാര പോലീസ് കളിക്കാൻ പോയി. അങ്ങനെ ഇവരെ രണ്ടുപേരെയും പിടിച്ച് ഇടിയൻ SI ഇടിച്ചത്. നാട് മൊത്തം കാര്യം അറിഞ്ഞതോടുകൂടി നാട്ടിലുള്ള
എല്ലാവരും ചേർന്നിട്ട് SNDP മന്ദിരത്തിലേക്ക് എന്നെ വിളിപ്പിച്ചിട്ട് ഈ കാര്യം സംസാരിച്ചു. എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തിയത്. അയാൾക്ക് അവിഹിതം ഉണ്ടെന്ന് പറയാൻ എന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ കയ്യിൽ തെളിവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് മാനസിക രോഗമാണെന്നും അത് ഡോക്ടറെ കണ്ട് ചികിത്സിപ്പിക്കണമെന്നും അവർ പറഞ്ഞു. അങ്ങനെ എന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറും പറഞ്ഞത് എനിക്കെന്തോ സംശയരോഗമാണെന്നാണ്, അല്ലാതെ എന്റെ ഹസ്ബൻഡിന് ഒരു അവിഹിതവും ഇല്ല എന്ന്. സുനിത 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ അമ്മയുടെ ഒരു മോളായിരുന്നു. അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ടാണ് 6ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയത്. അതിനിടയ്ക്ക് തയ്യലൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ ശീല ചേച്ചിയുടെ വീട്ടിൽ തയ്ക്കുകയാണ്. എല്ലാം കേട്ട് ആൻസി പറയുന്നുണ്ട് ഡോക്ടർ വരെ പറഞ്ഞു ചേച്ചിക്ക് സംശയരോഗമാണെന്ന്. എന്നാൽ സുനിത പറയുന്നു എനിക്ക് സംശയരോഗമാണെങ്കിൽ അതുണ്ടെന്ന് എനിക്ക് തെളിയിക്കണം. ഇല്ല മറിച്ച് എന്റെ ഹസ്ബൻഡിന് അവിഹിതമാണെങ്കിൽ അതെനിക്ക് തെളിയിക്കണം. ഈ നാട്ടിൽ നിന്ന് എന്നെ ആരും സഹായിക്കില്ല. ഡോക്ടറെ കണ്ടപ്പോ എന്നെ സഹായിക്കാൻ പറ്റുന്ന ആളാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സഹായം ചോദിച്ചത് തന്നെ. ഞാൻ എങ്ങനെ സഹായിക്കണമെന്ന് ചോദിച്ചപ്പോൾ ആൻസിയോട് സുനിത പറയുന്നുണ്ട് എന്റെ ഹസ്ബൻഡ് എക്സ്ട്രാ പാന്റും ഷർട്ടും തേച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എങ്ങോട്ടോ രാവിലെ ഇറങ്ങി പോകാറുണ്ട്. ആ ദിവസം അയാൾ പണിക്കായിരിക്കത്തില്ല പോകുന്നത്. അങ്ങനെയുള്ള ദിവസം ഞാൻ ഡോക്ടറെ വിളിക്കാം. എന്റെ ഹസ്ബൻഡിന്റെ പുറകെ ഒന്ന് പോയാൽ മതി. ആൾക്കിനി അങ്ങനെ ഒന്നും തന്നെ ഇല്ലെങ്കിൽ എന്റെ സംശയരോഗം അതോടുകൂടി മാറത്തില്ലേ? മാത്രമല്ല ഡോക്ടറിനെ സഹായിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾ ഷർട്ടും മുണ്ടും തേച്ച് വെച്ചിട്ട് പിറ്റേന്ന് പോകാനിരിക്കുന്ന കാര്യം എനിക്ക് ഡോക്ടറെ വിളിച്ചു പറയണമെങ്കിൽ എനിക്ക് ചെറിയൊരു ഫോൺ വേണം. വലിയ ഫോണൊന്നും എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല. എന്റെ കയ്യിലുള്ള ഫോൺ അയാൾ എപ്പോഴും ചെക്ക് ചെയ്യും. അതുകൊണ്ട് ഡോക്ടർ എങ്ങനെയെങ്കിലും ചെറിയൊരു ഫോൺ എനിക്ക് സംഘടിപ്പിച്ചു തരണം, ഒരു പുതിയ സിമ്മും. പക്ഷെ ഇവരീ സംസാരിക്കുന്നതെല്ലാം തന്നെ ആ വീട്ടിലെ ഷീല എന്ന് പറയുന്ന സ്ത്രീ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്റെ വീട്ടിലെത്തിയ ആൻസി ആകട്ടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നും പഴയൊരു ഫോൺ സംഘടിപ്പിക്കുന്നു. എന്നിട്ട് ആൻസിയുടെ പഴയൊരു സിമ്മും ആ ഫോണിലിട്ടിട്ട് സുനിതയുടെ കയ്യിലെത്തിക്കുന്നു. അവൾ ഇതെല്ലാം ചെയ്തിട്ടാണ് തന്റെ കൂട്ടുകാരോട് കാര്യം പറഞ്ഞത്. ആദ്യം അവളുടെ കൂട്ടുകാരി ടെൻഷനായി. മാത്രമല്ല സുനിത കണ്ട ആ ഡോക്ടറിനെ ആകട്ടെ ഇവളുടെ കൂട്ടുകാരിയായ സൈക്കോളജിസ്റ്റ് വിളിച്ചു ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്നത് ആ സ്ത്രീക്കാണ് പ്രശ്നമെന്നാണ്. അതോടുകൂടി അവരെല്ലാം ആകെ കൺഫ്യൂഷനിലായി. നീ വെറുതെ അയാളുടെ പിറകെ ഫോളോ ചെയ്തു പോയിട്ട് അയാളെങ്ങാണ് നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടുകാര്. പക്ഷെ എന്തായാലും ആൻസി അയാളെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പിന്നീടുള്ള 2 ദിവസമാകട്ടെ പീതാംബരനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസി അവിടെ പോയെങ്കിലും പീതാംബരനെ കാണുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ സുനിത വിളിച്ചിട്ട് അവളോട് പറയുന്നുണ്ട് തുണി തേച്ചെങ്കിലും ഒരു ഫോൺ കോൾ വന്ന കാരണം അയാൾ 2 ദിവസവും പോയില്ല എന്ന്. ആകെ മടുത്തിട്ട് ആൻസി ആകട്ടെ കൂട്ടുകാരോട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ആ സ്ത്രീക്കായിരിക്കും പ്രശ്നം. വെറുതെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചു. ആ സമയത്ത് സുനിതയുടെ കോള് ആൻസിക്ക് വരുന്നു. പക്ഷെ സുനിത സംസാരിക്കുന്നതായിരുന്നില്ല അതില്. അവളും അവളുടെ ഹസ്ബൻഡ് പീതാംബരനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും അയാൾ അവളെ അടിക്കാൻ തുടങ്ങുന്നതും ഒക്കെയായിരുന്നു. നിങ്ങൾക്ക് ശരിക്കും ആരുടെ കൂടെ ബന്ധമുള്ളതെന്ന് സുനിത ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് പലരുടെ കൂടെ ബന്ധം കാണും, അതൊക്കെ നീ എന്തിനാ ചോദിക്കുന്നതെന്ന്. ഇതെല്ലാം തന്നെ ആ കോളിലൂടെ ആൻസിയും കൂട്ടുകാരും കേൾക്കുന്നു. അതോടുകൂടി ആൻസിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട് ഇത്രയായ സ്ഥിതിക്ക് എന്തായാലും നീ അയാളുടെ പുറകെ പോയെങ്കിലേ പറ്റൂ. ആ ചേച്ചിയെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ വീണ്ടും സുനിത അയാളെ ഫോളോ ചെയ്യാൻ ഇറങ്ങി തിരിച്ചു. ഇത്തവണ അയാൾ വന്നിരുന്നു. അവൾ അയാളെ ഫോളോ ചെയ്ത് ഒരുപാട് ഊടുവഴികളിലൂടെ മെയിൻ റോഡിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയില് ആൻസി സുനിതയും തന്റെ ഫ്രണ്ട്സിനെയും കോൺഫറൻസ് കോളിലിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. സുനിതയോട് അവളുടെ കൂട്ടുകാരികൾ പറയുന്നുണ്ട് ചേച്ചി ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും ചേച്ചിയുടെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ ഫോളോ ചെയ്ത് അവസാനം അയാൾ എത്തുന്നത് ഒരു ബസ് സ്റ്റാൻഡിലായിരുന്നു. അവിടെ അയാൾ എത്തിയതും ഓട്ടോയിൽ ഒരു സ്ത്രീ വന്ന് അവിടേക്ക് ഇറങ്ങുകയും അവരുടെ മുഖത്ത് മാസ്ക് ഉണ്ടായ കാരണം ആൻസിക്ക് മുഖം വ്യക്തമാവുകയും ചെയ്തില്ല. സുനിത സംശയിച്ചത് ശരിയായിരുന്നു, അയാൾക്ക് അവിഹിതമുണ്ട്. എന്നാൽ ഇത് സുനിതയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള പേടിയായിരുന്നു ആൻസിക്കും കൂട്ടുകാർക്കും. എന്നാൽ ഇത് കേട്ടതും സുനിതയാകട്ടെ ഒരുപാട് ഹാപ്പിയായി. അവൾ പറയുന്നുണ്ട് എനിക്ക് സംശയരോഗമല്ലാന്ന് തെളിഞ്ഞില്ലേ, അത് മതി എനിക്ക്. ഇത് കേട്ടതും ആൻസിയും കൂട്ടുകാരും പോലും ഞെട്ടിപ്പോയി. സ്വന്തം ഭർത്താവിന് അവിഹിതം ഉണ്ടെന്നറിഞ്ഞിട്ടും അവർക്കൊരു റിയാക്ഷനും ഇല്ല. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആൻസി നേരിട്ട് പോയി സുനിതയെ കണ്ടിട്ട് പറയുന്നുണ്ട് സംഭവം തെളിഞ്ഞ സ്ഥിതിക്ക് ചേച്ചീനെ അയാളുടെ കൂടെ ജീവിക്കണ്ട, നമുക്ക് ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകാം. എന്നാൽ സുനിത പറയുന്നു എനിക്ക് അയാളെ ഉപേക്ഷിക്കാൻ ഒരു താല്പര്യമില്ല. എന്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവളോട് ഇറങ്ങിപ്പോന്നും ഞാൻ നീയും തമ്മിൽ ഒരു ബന്ധമില്ലാന്നൊന്നും ഞാൻ പറയില്ല. അവൾക്ക് തെറ്റിദ്ധരുത്താൻ ഞാൻ ഒരു അവസരം കൊടുക്കും, അതുപോലെ ഇയാൾക്ക് ഞാൻ കൊടുക്കും. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടി ചെയ്തു തരണം. അയാൾക്ക് അവിഹിതം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, പക്ഷെ അത് നാട്ടുകാരുടെ മുൻപിൽ തെളിയിക്കണമെങ്കിൽ തെളിവ് വേണം. അയാൾ അന്നും നാട്ടുകാരുടെ മുൻപിൽ വെച്ചിട്ട് തെളിവില്ല എന്നാണ് പറഞ്ഞത്. ആ തെളിവ് എനിക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. അതിനും കൂടി ആൻസി എന്നെ ഹെൽപ്പ് ചെയ്യണം. ആ മാസ്കിന്റെ പിന്നിലുള്ള പെണ്ണിനെ ഈ നാട്ടുകാരുടെ മുൻപിൽ കൊണ്ടുവരണം. അതായിരുന്നു സുനിതയുടെ ലക്ഷ്യം. പിന്നീട് അങ്ങോട്ട് ആൻസിയും കൂട്ടരും ആ പെണ്ണിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അതിന് പീതാംബരന്റെ കോൾ ലിസ്റ്റ് എടുക്കണം. ചുമ്മാ പോയി ചോദിച്ചാലൊന്നും അത് കിട്ടില്ല. അതെങ്ങനെ എടുക്കുന്നെന്നുള്ള വഴിയെല്ലാം തന്നെ ആൻസിയും കൂട്ടരും അന്വേഷിച്ചറിയുന്നു. അവരത് സുനിതയുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ സുനിത പറയുന്നുണ്ട് ഇതുപോലെ തന്നെ താനും ശ്രമിച്ചിരുന്നുവെന്ന്. അയാളുടേത് ഐഡിയ കണക്ഷനാണ്. അവിടുത്തെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഞാനിത് ചോദിച്ചിരുന്നു. എന്നാൽ അവർക്ക് കോൾ ലിസ്റ്റ് ഒന്നും തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത് കേട്ട് ആൻസി പറയുന്നുണ്ട് ചേച്ചി ഇപ്പൊ ചെയ്തത് യഥാർത്ഥത്തിൽ വേറൊരു രീതിയിലാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അവർ കോൾ ലിസ്റ്റ് തരൂ. അത് ചേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് കാര്യമില്ല, പീതാംബരന്റെ ഫോണിൽ നിന്ന് തന്നെ മെസ്സേജ് അയക്കണം. പീതാംബരന്റെ ഫോണിൽ നിന്നും 1234 എന്ന നമ്പറിലേക്ക് ഒരു മെയിൽ ഐ ഡി ചേച്ചി മെസ്സേജ് ചെയ്യണം. ആ മെയിൽ ഐ ഡിയിലേക്കായിരിക്കും അവർ കോൾ ലിസ്റ്റ് അയക്കുന്നത്. ആ മെയിൽ ഐ ഡി ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മെയിൽ ഐ ഡിയും പീതാംബരന്റെ ഫോൺ നമ്പരും ബന്ധപ്പെടുത്തിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചൊരു മെസ്സേജ് അയക്കും. ഒരു 48 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ആ മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വീണ്ടും 1234 എന്ന നമ്പറിലേക്ക് ഏതൊക്കെ മാസം
മാസത്തെ കോൾ ലിസ്റ്റ് ആണോ വേണ്ടത്, ആ മാസത്തെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് അയച്ചു കൊടുക്കണം. ഇപ്പോൾ മാർച്ച് ആണെങ്കിൽ MAR എന്ന്, ഫെബ്രുവരി ആണെങ്കിൽ FEB. പീതാംബരൻ ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ലാസ്റ്റ് 3 മാസത്തെ മാത്രം കോൾ ലിസ്റ്റ് നമുക്ക് എടുത്താൽ മതി. അങ്ങനെ മെസ്സേജ് കഴിയുമ്പോൾ വീണ്ടും 48 മണിക്കൂർ കഴിയുമ്പോൾ അവർ ആ കോൾ ലിസ്റ്റ് മെയിൽ ഐഡിയിലേക്ക് അയക്കും. ഇതെല്ലാം പീതാംബരന്റെ ഫോണിൽ നിന്ന് വേണം ചെയ്യാൻ. ഇവരെന്നും വന്ന് സുനിതയോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ വീട്ടിലെ ഷീലയാകട്ടെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട്. ആ ഫോണിൽ മെസ്സേജ് അയക്കുന്ന എങ്ങനെയാണെന്ന് കൂടി അവർ സുനിതയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രി സുനിത അത് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് പീതാംബരനാകട്ടെ ആ ഫോണെല്ലാം ഊരി പലയിടത്തായിട്ട് വെക്കുന്നു. ബുദ്ധിമതിയായ സുനിതയാകട്ടെ കുറെ വെട്ടിയ മീനും ബാക്കി വെട്ടാനുള്ള മീനും ചട്ടിയിലാക്കി പുറത്തേക്ക് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ആ ഫോണിന്റെ സാധനങ്ങളെല്ലാം യോജിപ്പിച്ചിട്ട് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവൾ എത്ര ശ്രമിച്ചിട്ടും മെസ്സേജ് സ്പീഡിൽ ടൈപ്പ് ആകുന്നുണ്ടായിരുന്നില്ല. അയാൾ കുളി കഴിഞ്ഞ് വരാറുമായി. ആദ്യത്തെ തവണ ഫെയിലായി. അവൾ പെട്ടെന്ന് പോയി മീൻ വെട്ടുന്ന എടുത്തിരുന്നു. കുളി കഴിഞ്ഞ് അയാൾ വന്ന് ചട്ടിയിലേക്ക് നോക്കുമ്പോൾ അവൾ ഇത്രയും നേരം കൊണ്ട് ഇത്രയും മീൻ വെട്ടിയെന്ന് മനസ്സിലായി. ഇതെല്ലാം സുനിതയുടെ കുബുദ്ധിയായിരുന്നു. ഇതിന്റെ ആൻസർ കൂട്ടുകാർ അവളോട് പറയുന്നുണ്ട്, എങ്ങാനും സുനിത ചേച്ചി പിടിക്കപ്പെട്ടാൽ പീതാംബരൻ ചേട്ടി ചോദിക്കുമ്പോൾ നിന്റെ പേര് സുനിത ചേച്ചി എന്തായാലും പറയും. അത് നിനക്ക് നല്ല പണിയാവും. അതിനിടയ്ക്ക് ആൻസിക്ക് 2 ആഴ്ചത്തേക്ക് മറ്റൊരിടത്തേക്ക് ഡ്യൂട്ടി കിട്ടുന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയെന്നാണ് ആൻസി സുനിതയോട് പറയുന്നത്. സുനിത അതിന് ഓക്കെ പറയുന്നു. പക്ഷെ ആൻസി 2 ആഴ്ചത്തേക്ക് മറ്റൊരിടത്ത് ഡ്യൂട്ടിക്ക് പോയിട്ടും സുനിത തന്റെ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. അവൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നേരത്തെ തന്നെ ചിരകിയ തേങ്ങ കൊണ്ടുവച്ച ശേഷം അയാൾ കുളിക്കാൻ പോകുന്ന സമയത്ത് ആ ഫോൺ യോജിപ്പിച്ച് വീണ്ടും മെസ്സേജ് അയക്കാൻ ശ്രമിക്കും. അടുത്ത ദിവസവും ഫെയിലായി. അതിനുശേഷം രാത്രിയിൽ അരിഞ്ഞു വെച്ച പയറാകട്ടെ പുറത്തേക്ക് കൊണ്ടുവച്ച ശേഷം അയാൾ കുളിക്കാൻ പോകുമ്പോൾ വീണ്ടും ഫോൺ എടുത്ത് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നു. ഓരോ ദിവസം കുളി കഴിഞ്ഞിട്ടും അയാൾ വന്ന് നോക്കുമ്പോഴാകട്ടെ കാണുന്നത് ഇവൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കും. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ അളവ് വെച്ചിട്ട് അയാൾ മനസ്സിലാക്കും അവൾ അത്രയും നേരം അവിടെ തന്നെ ഇരുന്നതാണെന്ന്. ഇത് സുനിതയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൾ ബുദ്ധിപരമായിട്ട് ആ സാധനങ്ങളെല്ലാം രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ട് അത് അങ്ങനെ എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് അയാൾ കുളിക്കാൻ പോകുമ്പോൾ ഫോൺ നോക്കുന്നത്. അങ്ങനെ 1-2 ദിവസത്തെ ശ്രമത്തിനൊടുവിൽ അവൾ എങ്ങനെയൊക്കെയോ മെസ്സേജ് അയച്ചു. അതവൾ ആൻസിയെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വന്നിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ചേച്ചി അങ്ങനെ കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ അയച്ചു പോയി എന്നാണ് സുനിത പറയുന്നത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ ക്രിയേറ്റ് ചെയ്ത ആ മെയിൽ ഐഡിയിലേക്ക് ആ കോൾ ലിസ്റ്റ് എല്ലാം മെയിലായിട്ട് വരുന്നു. തന്റെ ഫ്രണ്ട് വഴി സുനിതയുടെ കയ്യിൽ ആ കോൾ ലിസ്റ്റ് എത്തിച്ചിട്ട് പറയുന്നുണ്ട്, അതിൽ ചേച്ചിക്ക് അറിയാവുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ വെട്ടിക്കളയണം. അറിയാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണോ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ നമ്പർ എനിക്ക് മെസ്സേജ് ചെയ്യാൻ വേണം. അങ്ങനെ കണ്ടുപിടിച്ച 2 നമ്പർ ആൻസിക്ക് സുനിത മെസ്സേജ് ചെയ്ത് കൊടുക്കുന്നു. ആ 2 നമ്പർ ഒരു ട്രൂ കോളറിൽ നോക്കുമ്പോൾ ഒന്നിന്റെ പേര് ഷീബ എന്നും രണ്ടാമത്തിന്റെ പേര് കാശ് തരാത്ത തെണ്ടി എന്നുമാണ് കാണുന്നത്. കോൾ ലിസ്റ്റ് മുഴുവൻ നന്നായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു പാറ്റേൺ മനസ്സിലാകുന്നുണ്ട്. എപ്പോഴൊക്കെ ഈ ഷീബ എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു 45 മിനിറ്റ് വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ കാശ് തരാത്ത തെണ്ടി എന്ന് പറയുന്ന നമ്പറിലേക്ക് 3 മിനിറ്റ് കോള് പോയിട്ടുണ്ട്. അതായത് പീതാംബരൻ ചേട്ടൻ ഈ ഷീബയെ 45 മിനിറ്റ് വിളിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം രാത്രി 3 മിനിറ്റ് ഈ കാശ് തരാത്ത തെണ്ടിയെ വിളിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. പിറ്റേന്ന് സുനിതയെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നത് പീതാംബരനായിരുന്നു. എന്നിട്ട് അയാളാകട്ടെ ഷീലയോട് ചോദിക്കുന്നുണ്ട് ഇവളുടെ ജോലി എങ്ങനെയുണ്ടെന്ന്. അവൾ എന്റെ ഒരു ബന്ധുവിന്റെ ചുരിദാറ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്, പാന്റിന്റെ പണി കഴിഞ്ഞു, ടോപ്പിന്റെ പണിയും കൂടെ ബാക്കിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് നാളെ കൊണ്ട് തീരും. പീതാംബരൻ അവിടുന്ന് പോയതും സുനിതയാകട്ടെ ആൻസിയെ വിളിക്കുന്നു. ആൻസി തങ്ങൾ കണ്ടെത്തിയ പേരെല്ലാം പറയുന്നുണ്ട്. ഷീബ എന്ന് പറയുന്ന പേര് സുനിതയ്ക്ക് പരിചയമില്ലായിരുന്നു. ഈ കാശ് തരാത്ത തെണ്ടി ആരാണെന്ന് സുനിത കുറെ നേരം ആലോചിക്കുന്നു. അപ്പോഴാണ് അവൾ ഓർക്കുന്നത് ഇടയ്ക്ക് പീതാംബരൻ തന്റെ കോൺട്രാക്ടറിനെ കുറിച്ച് ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചിരുന്നു. അയാൾ കാശ് തരുന്നില്ല എന്ന്. ആ തെണ്ടി കാശ് തരുന്ന സമയത്ത് നിന്റെ പഴയ ഫോൺ മാറ്റി ഞാൻ പുതിയത് വാങ്ങിത്തരാമെന്നൊക്കെ അയാൾ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു ഇവളോട്. അത് മിക്കവാറും ആ കോൺട്രാക്ടർ തന്നെയായിരിക്കുമെന്നാണ് സുനിത പറയുന്നത്. ഇനി ഷീബ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് അവരൊരു ഐഡിയ ഇടുന്നു. ഏതെങ്കിലും കൊറിയർ സർവീസിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഈ ഷീബയുടെ നമ്പറിലേക്ക് വിളിക്കാം. ചുളുവില് ഡെലിവറി ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സും അടിച്ചു മാറ്റാം. പക്ഷെ അങ്ങനെ വിളിക്കണമെങ്കിൽ ആധാരം കൊണ്ടുപോയിട്ട് നമ്മൾ പുതിയൊരു സിം എടുക്കണം. ആ സിമ്മിന്റെ നമ്പർ ഏതെങ്കിലും ഒരു ഫോണിലോ ട്രൂ കോളറിലോ കൊറിയർ സർവീസ് ഒന്ന് സേവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് കൊറിയർ സർവീസ് ആണെന്ന് വിശ്വാസം വരൂ. ഇതിൽ കുറച്ച് പണിയുണ്ട്. തൽക്കാലം ചേച്ചി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് ആൻസി പറയുന്നു. എന്നാൽ സുനിതയ്ക്ക് ഒട്ടും സാവകാശമില്ലായിരുന്നു. അവൾ അപ്പൊ തന്നെ അതിനു വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. മോളെ അടുത്തുള്ള വീട്ടിലാക്കിയിരിക്കുകയല്ലേ, അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു. ഞാൻ പോയി കുറച്ച് അടയുണ്ടാക്കി അവൾക്ക് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുനിത ഷീലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് നേരെ സ്വന്തം വീട്ടിൽ പോയി ആധാരം എടുത്തുകൊണ്ട് പോയിട്ട് പുതിയ സിം എടുക്കുന്നു. അതിൽ നിന്നും ആൻസിയെ വിളിക്കുന്നു. ആൻസിയോട് പറയുന്നുണ്ട് ഞാൻ പുതിയ സിം എടുത്തു, കൊറിയർ സർവീസിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആൻസിയെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ എന്ന്. ആൻസിക്ക് സുനിത ഇതെല്ലാം ഇത്ര പെട്ടെന്ന് ചെയ്യുന്നതിൽ അത്ഭുതമായിരുന്നു. എന്നാൽ അവൾ കൊറിയർ സർവീസിൽ നിന്ന് പറഞ്ഞ് വിളിച്ചത് അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ വിളിച്ച എന്തായാലും ഷിബിക്ക് സംശയം ഉണ്ടാവും, കൊറിയറുകാർ ഇങ്ങനെയല്ല വിളിക്കുന്നതെന്ന് ആൻസി പറയുന്നു. ഒടുവിൽ സുനിത നേരെ പോകുന്നത് ഒരു കൊറിയർ ഓഫീസിലേക്കായിരുന്നു. ഒരു കൊറിയർ അയക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവൾ അവിടെ ഇരിക്കുന്ന സ്ത്രീയോട് ചോദിക്കുന്നു. അതിനിടയ്ക്ക് ആ സ്ത്രീ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ നോട്ട് ചെയ്യുന്നുണ്ട്. പലരെയും വിളിച്ചിട്ട് കൊറിയർ ഉണ്ടെന്ന് എങ്ങനെയാ പറയുന്നതെല്ലാം തന്നെ സുനിത നോട്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവൾ ആൻസിയെ വിളിക്കുന്നു. ഇനി ഞാനൊന്ന് സംസാരിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് പറയണമെന്ന് പറയുന്നു. ഇത്തവണ അവൾ സംസാരിക്കുന്ന കേട്ടിട്ട് ആൻസി പറയുന്നുണ്ട് ഇത് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത് പോലെ തന്നെയുണ്ടെന്ന്. എന്നിട്ട് നേരെ വീട്ടിൽ വന്ന് അടയുണ്ടാക്കിയ ശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ സുനിതയാകട്ടെ ആ ഷീബയുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. പക്ഷേ എടുക്കുന്നതാകട്ടെ ഷീബയുടെ സഹോദരി സുജയായിരുന്നു. ചേച്ചി ജോലിക്ക് പോയിരിക്കുക, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ കൊറിയർ ആണെന്ന് പറയുന്നുണ്ട്. എവിടെ
നിന്നാ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ചെന്നൈയിൽ നിന്നാ എന്താ സാധനമൊന്നും ഞങ്ങൾക്കറിയില്ല, അതൊന്നും ഞങ്ങളുടെ ജോലിയല്ലാന്ന്. അഡ്രസ്സ് പറയാമെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്കുള്ള വഴിയെല്ലാം തന്നെ ആ ഷീബയുടെ അനിയത്തി സുജയാകട്ടെ സുനിതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഷീബയുടെ അഡ്രസ്സ് കിട്ടിയതോടെ സുനിതയ്ക്ക് ആകെ സന്തോഷമായി. അവൾ അട കൊണ്ടുപോയി മോൾക്കും കൊടുത്തിട്ട് ബാക്കിയുള്ള അട ഷീലയ്ക്കും കൊണ്ടുപോയി കൊടുക്കുന്നു. ഇവിടെ ആൻസിയും കൂട്ടരും ആകെ ടെൻഷനിലായിരുന്നു. ഇപ്പൊ വന്ന് ചേട്ടൻ എന്ത് ചെയ്യുമെന്നല്ല പേടി, ചേച്ചി എന്തുപോയി കാണിച്ചു കൂട്ടുന്നതെന്നാ പേടി. അവർ കുറച്ചുനേരം ആലോചിച്ചപ്പോൾ സുനിതയുടെ രീതികൾ അവർക്ക് മനസ്സിലായി. സുനിത പക്ക പ്ലാനിങ്ങോട് കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിനക്ക് മുന്നേ ഇതുപോലെ പലരെയും ഹെൽപ്പിന് വേണ്ടിയിട്ട് സുനിത അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. നീ സഹായിച്ചില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ അടയ്ക്കുള്ളിൽ കത്ത് വെച്ചു കൊടുത്തേനെ. അതുകൊണ്ട് പീതാംബരൻ ചേട്ടന്റെ കയ്യിൽ ചേച്ചി പോയി പെടുമെന്ന് നിങ്ങൾ ആരും പേടിക്കണ്ടെന്നാണ് ആ സൈക്കോളജിസ്റ്റ് പെൺകുട്ടി പറയുന്നത്. എന്നാൽ ആൻസി പറയുന്നു ചേച്ചിക്ക് അത്രയ്ക്കൊന്നും ബുദ്ധി ഉണ്ടാകില്ല, വെറും 6ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ആൻസിക്ക് ഇതോടുകൂടി ആകെ ഡൗട്ടായി, ഇവര് ശരിക്കും പ്ലാൻ ചെയ്തിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അവര് ഡയറക്റ്റ് പോയി സുനിതയോട് ചോദിക്കുന്നു. അപ്പോഴാണ് സുനിത എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഞാനിതുപോലെ പലർക്കും അടയിൽ കത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, ആരും തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുക നിങ്ങളെ ഞാൻ കാണുന്നത്. പീതാംബരൻ ചേട്ടനോട് കോവിഡ് ടെസ്റ്റ് എടുക്കാൻ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഞാനത് പീതാംബരൻ ചേട്ടനോട് പറഞ്ഞില്ല. പിറ്റേന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ചെറിയൊരു വഴക്കുണ്ടായി, അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ചേട്ടനോടുള്ള ദേഷ്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് അടയ്ക്കുള്ള കത്ത് വെച്ച് നിങ്ങൾക്ക് തന്നു. അന്ന് 2 ദിവസം ചേട്ടനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ വന്നിട്ടും ചേട്ടൻ വരാത്ത കാരണം നിങ്ങൾ വീണ്ടും ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ചേട്ടനും ഞാനും തമ്മിൽ വഴക്ക് കൂടുന്നതെല്ലാം തന്നെ കേൾപ്പിച്ചത്. മനഃപൂർവ്വം ഞാൻ അങ്ങോട്ട് പോയി ചോദ്യം ചെയ്ത് വഴക്കുണ്ടാക്കുകയായിരുന്നു. വീട്ടിൽ കുറച്ച് കാശിരിക്കുന്ന കണ്ടിട്ട് ഞാൻ അയാളോട് ചോദിച്ചു ഇത്രയും കാശ് എവിടെ നിന്നാണെന്ന്. അയാൾ ആ കോൺട്രാക്ടറിന്റെ ആണെന്നാണ് പറഞ്ഞത്. അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും അയാൾ എന്നെ അടിക്കാൻ തുനിയുന്നതും ഒക്കെയാണ് നിങ്ങൾ കേട്ടത്. അത് കേൾക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്നെ വിശ്വാസം വരുമെന്നും പിറ്റേന്ന് എന്തായാലും നിങ്ങൾ എന്റെ പീതാംബരൻ ചേട്ടന്റെ പിറകെ പോകുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. ഒരു 6ാം ക്ലാസ്സുകാരുടെ ബുദ്ധിയൊന്നുമല്ല ഇവർക്കെന്ന് ആൻസിക്കും കൂട്ടുകാരികൾക്കും മനസ്സിലായി. ഇനി ചേച്ചിയുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കും, അതിനുശേഷം ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഹെൽപ്പും കിട്ടില്ല. ചേച്ചിയുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പറഞ്ഞിട്ട് ആൻസിയും കൂട്ടുകാരി അവിടെ നിന്നും പോയി. അവര് പോയതും സുനിത അവിടെ നിന്നും ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിലുണ്ടായിരുന്ന ഒരു കടയിൽ കയറുന്നു. ഒരു ലൈനിങ് തുണി കൊണ്ടൊന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇപ്പോ ഇല്ല, കുറച്ച് കഴിയുമ്പോഴേ വരുമെന്ന്. എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഞാൻ ഷീല ചേച്ചിയുടെ തയ്യക്കടയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് സുനിത ആ കടയിൽ നിന്നും ഇറങ്ങി. അതിനുശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് തന്റെ ഭർത്താവിന്റെ അവിഹിതത്തെക്കുറിച്ച് എല്ലാം തന്നെ സുനിത പറയുന്നുണ്ട്. ആ കോൾ ലിസ്റ്റും കാണിക്കുന്നുണ്ട്. സുനിത ഇത് കണ്ടുപിടിച്ച വഴികളെല്ലാം കിട്ടിയിട്ട് അവര് തന്നെ ഞെട്ടിപ്പോയി. ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ കണ്ടുപിടിക്കുന്നതെന്നാണ് പോലീസുകാർ പറയുന്നത്. ആ ഇടിയൻ എസ്ഐയോട് പീതാംബരനെ പറ്റി പറയുമ്പോൾ അയാൾക്ക് പീതാംബരനെ പരിചയം ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഇയാളുടെ കയ്യിൽ നിന്ന് അയാൾക്ക് ഇടി കിട്ടിയതായിരുന്നല്ലോ. അതുകൊണ്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇടിയൻ എസ്ഐ അവൾക്ക് നമ്പർ കൊടുക്കുന്നു. അയാൾ അവളുടെ ഫോണിലേക്ക് മിസ് കോൾ അടിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ സുനിത പറയുന്നുണ്ട് ഞാൻ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെ വിശ്വസിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നേരത്തെ വന്ന് പറഞ്ഞത്. അവളുടെ ബുദ്ധി കേട്ടിട്ട് അയാൾക്ക് തന്നെ അത്ഭുതം തോന്നി. അവിടെ നിന്നിറങ്ങി സുനിതയാകട്ടെ വഴിയിൽ കൊണ്ടൊരു ഓട്ടോ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ച് പോകണമെന്ന്. ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞാനൊരു സ്ത്രീയുമായിട്ട് സംസാരിച്ചിരുന്നു, പാവപ്പെട്ട വീട്ടിൽ ഞാൻ തോന്നുന്നു. പക്ഷെ അവരാകട്ടെ അവിടെ വെച്ച് അവരുടെ ഒരു തുണി മറന്നുപോയി. സംസാരിക്കുന്നതിടയിൽ അവരവരുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും അവർക്കൊന്ന് തിരിച്ചു കൊണ്ടു കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ കൊണ്ടുകൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അവർക്ക് അത്യാവശ്യമുള്ള തുണി വല്ലതും ആയിരിക്കും. ചക്കുളത്തമ്മ ചിലപ്പോൾ എന്റെ കണ്ണിൽ തന്നെ കൊണ്ട് കാണിച്ചത് അത് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ടായത് കൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ അയാൾ അവളോട് ഓട്ടോയിൽ കയറാൻ പറയുന്നു. നമുക്ക് അഡ്രസ്സ് കണ്ടുപിടിച്ച് പോകാമെന്നും പറയുന്നു. അപ്പോഴാണ് ഓട്ടോയുടെ ബാക്കിൽ ചക്കുളത്തമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം ഒന്ന് എഴുതിയിരുന്നത്. അത് ഓൾറെഡി അവൾ കണ്ടതുകൊണ്ടാണ് ചക്കുളത്തമ്മയുടെ പേര് അയാളുടെ മുൻപിലേക്ക് എടുത്തിട്ടത്. അയാൾ അവളെ സഹായിക്കുകയും ചെയ്തു. കൊറിയർ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് അവൾ നേരത്തെ വിളിച്ച് മനസ്സിലാക്കിയ ഷീബയുടെ അഡ്രസ്സിലേക്ക് അവൾ എത്തി. എന്നാൽ അവിടെ എത്തിയപ്പോഴാകട്ടെ ഷീബയുടെ അനിയത്തി സുജയെ ഉണ്ടായിരുന്നുള്ളൂ. ഷീബയില്ലേ ഞാനും അവളും ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാ, അപ്പൊ ഇതുവഴി പോയപ്പോ ഞാനൊന്ന് കയറിയതാണെന്നാണ് സുനിത അവളോട് പറയുന്നത്. ചേച്ചി ഇവിടെ അടുത്ത് തെരേസ്യ സ്റ്റോറിൽ സെയിൽസ് ഗേൾ ആണെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അതിനിടയ്ക്ക് തന്നെ ആ ഷീബ ഈ സുജയെ വിളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സുജ ഫോൺ എടുത്തിട്ട് ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ടെന്ന് പറയുന്നു. ഷീബ ഫോൺ അവർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ സുനിതയാകട്ടെ ഫോൺ വാങ്ങിച്ചിട്ട് ഷീബയോട് പറയുന്നുണ്ട് നമ്മൾ ബസ്സിൽ വെച്ച് കണ്ടിരുന്നു, എന്നെ ഓർമ്മയില്ലേ എന്നൊക്കെ. ആരാ എന്താണെന്നൊക്കെ പെട്ടെന്ന് ഷീബ ചോദിക്കുമ്പോൾ സുനിത അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് സുജയോട് പറയുന്നുണ്ട് ഞാൻ നേരിട്ട് പോയി ഷീബയെ കണ്ടോളാന്ന്. അവൾ നേരെ അടുത്തുള്ള തെരേസ്യ സ്റ്റോറിലേക്ക് പോയി. അവിടെ 1-2 സാധനം വാങ്ങിക്കാന്നുള്ള രീതിയിൽ അവൾ കയറിയപ്പോഴാകട്ടെ ഷീബ സുനിതയെ കാണുന്നു. മാസ്ക് ഇട്ടിട്ട് പോലും സുനിതയെ കണ്ട ഉടനെ ഷീബ ആകെ പേടിച്ചു. തന്നെ കണ്ട് ഷീബയുടെ മുഖം മാറിയത് സുനിതയെ ശ്രദ്ധിച്ചു. അതോടുകൂടി സുനിതയ്ക്ക് ഉറപ്പായി ഇവള് തന്നെയാണ് തന്റെ ഭർത്താവുമായിട്ട് ബന്ധമുള്ള ഷീബ എന്ന്. അവിടെ നിന്നും തിരിച്ച് അതേ ഓട്ടോയിൽ തന്നെ സുനിതയാകിട്ട് തന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വഴിയിൽ വെച്ച് പീതാംബരന്റെ ആ കൂട്ടുകാരനായ ഓട്ടോക്കാരൻ ഷൺമുനെ കാണുന്നു. അയാൾ ഓട്ടോ നിർത്തി ഷൺമുനോട് സംസാരിക്കുന്നു. വൈകിട്ട് നമുക്കൊന്ന് കൂടണമെന്നൊക്കെ പറയുകയാണ്. ഷൺമുനെ കണ്ടതും സുനിത പേടിച്ച് തന്റെ മുഖം കാണാതിരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവൾ പറഞ്ഞ സ്ഥലത്ത് അയാൾ ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് അവള് നേരത്തെ കയറി അതേ കടയിൽ തന്നെ കയറി ലൈനിങ് വന്നോന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അയാളോട് പറയുന്നുണ്ട് ഞാൻ 5 മണിക്ക് ചേച്ചിയുടെ അടുത്ത് നിന്ന് ഇറങ്ങിയതാ, പെട്ടെന്ന് തിരിച്ചു പോകണം, സാധനം പെട്ടെന്ന് എടുക്കാൻ. അതിനുശേഷം അവൾ ആ നാട്ടിലെ പല ആൾക്കാരെയും കണ്ടിട്ട് പറയുന്നുണ്ട്
പറയുന്നുണ്ട് നാളെ SNDP മന്ദിരത്തിലേക്ക് വരണമെന്ന്. അന്ന് അവളുടെ പ്രശ്നത്തിൽ പീതാംബരം വിളിച്ച അതേ ആൾക്കാർ തന്നെയായിരുന്നു ഇവരും. തിരിച്ചവള് ഷീലയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ ലൈനിങ്ങിന് ഈ ഏരിയയിലുള്ള ഒരുപാട് കടയിൽ പോയി നോക്കി, എങ്ങൊന്നും കിട്ടിയില്ല, എനിക്ക് ഇപ്പോഴാ കിട്ടിയത്, അതുകൊണ്ട് എത്രയും ലേറ്റ് ആയെന്ന്. ഞാനിങ്ങനെ കറങ്ങി നടന്ന കാര്യമൊന്നും പീതാംബരം ചേട്ടനോട് പറയണ്ട, വെറുതെ ആൾ എന്നെ ഓരോന്ന് പറയും. ഷീല അതിനെല്ലാം തലയാട്ടി. എന്നിട്ട് അവൾ ആ ചുരിദാറിന്റെ ടോപ്പ് തയ്ക്കാനിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം തന്നെ പീതാംബരനുമായിട്ടുള്ള ആ പെണ്ണിന്റെ അവിഹിതത്തെ പറ്റിയുള്ള ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. അത് കാരണം അവൾ ആ ടോപ്പ് തയ്ക്കാതെ പാതി വഴിക്കിട്ടിട്ടാണെന്ന് വീട്ടിൽ പോകുന്നത്. വീട്ടിലെത്തിയതും അവളോട് പീതാംബരൻ ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് എവിടെയായിരുന്നു എന്ന്. ഞാൻ എവിടെയും പോയില്ല, ഷീല ചേച്ചിയുടെ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞപ്പോ അയാൾ പറയുന്നുണ്ട്, എന്നാ പിന്നെ വണ്ടിയിൽ കയറ്, നമുക്ക് അവിടെ പോവാമെന്ന്. അവിടെ പോയിട്ട് അയാൾ ഷീലയോട് ചോദിക്കുന്നുണ്ട്, ഇവളിന്ന് എവിടെയെങ്കിലും പോയിരുന്നു എന്ന്. ഇവളിന്നാകെ ലൈനിങ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാ പുറത്ത് പോയിരുന്നതെന്നാണ് ഷീല പറയുന്നത്. എന്നൊരു കാര്യം ചെയ്യ്, ഇവളിന്ന് തയ്ച്ച തുണി കാണിക്കാൻ അയാൾ പറയുന്നു. അത് കേട്ടതും അവളിന്ന് ആ തുണി മുഴുവനായിട്ടും തയ്ച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഷീലയാകട്ടെ ഫുള്ളായിട്ട് തയ്ച്ച ഒരു ടോപ്പാണ് എടുത്ത് കാണിക്കുന്നത്. അത് കണ്ടപ്പോ പിന്നെ പീതാംബരനും ഒന്നും മിണ്ടാൻ പറ്റാതെയായി. സുനിധി ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഷീല പറയുന്നുണ്ട്, നാട്ടുകാരെന്നെ ഒളിഞ്ഞു നോക്കി ഷീല എന്നൊക്കെ വിളിക്കും. ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നിന്റെ ഭാഗത്താ ശരിയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പീതാംബരനോട് ഒന്നും പറയാതെ നിന്റെ കൂടെ നിന്നത്. നീ ഇന്നിത് പാതി വഴിക്ക് ഇട്ടിട്ട് പോയത് എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് പൂർണ്ണമായിട്ടും തയ്ച്ചു വെച്ചത്. ഇത് കേട്ടപ്പോ സുനിധിക്ക് ഒരുപാട് സന്തോഷമായി. ഷീലയും അവളുടെ കൂടെയാണ്. പീതാംബരൻ അവള് ലൈനിങ് വാങ്ങിക്കാൻ പോയി എന്ന് പറഞ്ഞ കടയിലെ ആ ആളെയും വിളിച്ചു ചോദിക്കുന്നു. അവള് വൈകുന്നേരം ഒരു 5-5:30 മണിക്ക് വന്നിട്ട് അപ്പൊ തന്നെ പോയി എന്ന്. പീതാംബരന് ആകെ ടെൻഷനായി. സുനിത എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. എന്റെ പെഗടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഷൺമുന്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് നേരത്തെ സുനിത സഞ്ചരിച്ചിരുന്ന ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇങ്ങനെ ഓർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ഓട്ടോ ഡ്രൈവർ ആകട്ടെ ചക്കുളത്തുകാവൽ അമ്മയെ കുറിച്ച് സംസാരിക്കുന്നു. എനിക്ക് അമ്മയെ നല്ല വിശ്വാസമാ, എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിച്ചു തരും. എനിക്ക് നല്ല അനുഭവം ഉണ്ട്. വേണമെങ്കിൽ ഇന്ന് നടന്നൊരു സംഭവം ഞാൻ പറയാം. എന്റെ ഓട്ടോയിൽ കയറിയ ഒരു പെണ്ണാകട്ടെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ മറന്നു വെച്ച തുണിയുമായിട്ടാണ് വന്നത്. ഞാൻ ആ പെണ്ണിനെ കണ്ടപ്പോഴേ അവളോട് പറഞ്ഞതാ ഇത് കാവലമ്മ നിങ്ങൾക്കായിട്ട് തന്നതാണെന്ന്. എന്നാൽ അവൾ അതൊന്നും കേൾക്കാതെ വീണ്ടും ആ തുണിയായിട്ട് അഡ്രസ്സ് കണ്ടുപിടിച്ച് അവർക്ക് കൊണ്ടുകൊടുക്കാൻ പോയി. അയാൾ താൻ പോയി വഴിയും സ്ഥലവും ആ വീടും എല്ലാം തന്നെ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോ തന്നെ പീതാംബരന് മനസ്സിലായി അത് തന്റെ കാമുകിയുടെ വീടാണെന്നുള്ള കാര്യം. അവിടെ ചെന്നപ്പോ ഈ തുണിയുടെ ഉടമ ഇല്ലാത്ത കാരണം അടുത്തുള്ള സ്റ്റോറിലും ഈ പെണ്ണ് പോയി. അവിടെ ചെന്നിട്ടും ആളെ കിട്ടാത്ത കാരണമെന്ന് തോന്നുന്നു ആ പെണ്ണ് ആ തുണിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. ഞാൻ അവളോട് ആദ്യമേ പറഞ്ഞാ കാവലമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ തന്നതാണെന്ന്. അവളെ ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിലാണ് കൊണ്ടിറക്കിയത്. ഇതെല്ലാം കേട്ടതോടുകൂടി പീതാംബരൻ ഉറപ്പിച്ചു അത് തന്റെ ഭാര്യ സുനിത തന്നെയായിരുന്നുവെന്ന്. അയാൾ തന്റെ ഫോണിലെ ഫോട്ടോയും എടുത്ത് ആ ഡ്രൈവറെ കാണിക്കുന്നു. ഇവളായിരുന്നു ആളെന്ന് ചോദിക്കുന്നു. അതേന്ന് അയാൾ പറയുന്നു. സംഭവം കൈവിട്ടു പോന്നു എന്ന് മനസ്സിലാക്കിയ പീതാംബരൻ ഷൺമുനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ഷൺമു പറയുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. നാളെ എന്തായാലും ചേച്ചി ആൾക്കാരെ വിളിച്ചു കൂട്ടിയെന്നല്ലേ പറഞ്ഞത്, എന്തെങ്കിലും എവിഡൻസ് കാണാതിരിക്കില്ല. ചേച്ചിയുടെ കയ്യിലുള്ള എവിഡൻസുകൾ ചേച്ചി ഇറക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് ചേച്ചിയെ പൂട്ടണം. അതിനു വേണ്ടിയിട്ട് ചേട്ടൻ എന്തെങ്കിലും കണ്ടുപിടിച്ച് അങ്ങോട്ട് ഇറക്കണം. മാത്രമല്ല ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് നാളെ SNDP മന്ദിരത്തിലേക്ക് സുനിത വരത്തില്ലയോ, ആ സമയത്ത് അവളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് കൈക്കലാക്കിയേക്കണം. നേരെ വീട്ടിലെത്തിയ പീതാംബരനാകട്ടെ സുനിതയോട് ചോദിക്കുന്നുണ്ട്, ആൾക്കാരെ വിളിച്ചു കൂട്ടി നീ എന്ത് തെളിവാ കാണിക്കാൻ പോകുന്നതെന്ന്, ഇവിടെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന്. അയാൾ അവിടെ എല്ലാം തന്നെ തിരിയുന്നു. മുകളിൽ തട്ടുമ്പുറത്തായിട്ട് അവളാകട്ടെ ആ കോൾ ലിസ്റ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അയാൾ അത് കണ്ടുപിടിച്ചില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാവരും തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ മന്ദിരത്തിലേക്ക് പോകാൻ ഇറങ്ങി. രാവിലെ പുറത്തേക്ക് ഇറങ്ങിയ സുനിതയുടെ കയ്യിൽ നോക്കുമ്പോൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവളുടെ കയ്യിൽ തെളിവൊന്നുമില്ലേ എന്ന് ആലോചിക്കുകയായിരുന്നു പീതാംബരൻ. അവിടെ വന്ന എല്ലാവരോടും തന്നെ സുനിത പറയുന്നുണ്ട് തന്റെ ഭർത്താവിന് ഷീബ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന്, അത് താൻ കണ്ടുപിടിച്ചുവെന്നും. ഇവള് പറയുന്ന ഈ ഷീബയുമായിട്ട് എനിക്ക് തെറ്റായ രീതിയിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഷീബയെ വിളിക്കുന്നു. ഷീബയും അയാൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഷീബ കറക്റ്റ് സമയത്ത് അവിടെ എത്തി. ഷീബ വന്നു കഴിയുമ്പോൾ അവൾ എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കുറച്ചപ്പുറത്തുള്ള തെരേസ്യ സ്റ്റോറിലെ സെയിൽസ് ഗേൾ ആണ്. മാത്രമല്ല എനിക്ക് കുറച്ച് ചെറിയ സൈഡ് ബിസിനസ് ഉണ്ട്. ഇവിടെ പലയിടത്തുള്ള വീടുകളുടെ കോൺട്രാക്ട് മണിയെല്ലാം തന്നെ ബാലുചേട്ടനെ ഞാൻ പിടിച്ചു കൊടുക്കും. ഈ ബാലുചേട്ടൻ തന്നെയാണ് നമ്മുടെ പീതാംബരൻ ജോലി ചെയ്യുന്നിടത്ത കോൺട്രാക്ടറും. അയാളുടെ പേരായിരുന്നു പീതാംബരൻ കാശ് തരാത്ത തെണ്ടി എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ ബാലുചേട്ടനെ വർക്കിന്റെ ആവശ്യത്തിന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പീതാംബരൻ ചേട്ടനെ വിളിക്കാറുണ്ട്. അയാളെ മാത്രമല്ല പല വർക്കേഴ്സിനെ ഞാൻ വിളിക്കാറുണ്ട്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ തെറ്റായ ഒരു ബന്ധവുമില്ല. സുനിത അന്ന് എന്റെ വീട്ടിലും കടയിലൊക്കെ വന്നത് വളരെ മോശമാണ്. അന്ന് എന്തെങ്കിലും ഒച്ചപ്പാട് സുനിത ഉണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്ക് നാണക്കേടായേനെ. എന്റെ കല്യാണം ഉറപ്പിച്ചതാ. സുനിത അന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്റെ കല്യാണം പോലും മുടങ്ങിപ്പോയേനെ. അങ്ങനെ ഒരു പ്രശ്നം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഡയറക്റ്റ് വന്നതെല്ലാം പറയുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഷീബ പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് മറ്റൊരാൾ വരുന്നത്. അയാളെ കണ്ടതും പീതാംബരൻ ഞെട്ടി. കാരണം ഈ ഷീബ കോൺട്രാക്ട് വർക്ക് പിടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ അതേ ബാലുചേട്ടൻ തന്നെയാണ് അവിടേക്ക് വന്നത്. ശരിക്കും ഷീബയ്ക്ക് അയാളെ അറിയത്തുമില്ലായിരുന്നു, അയാൾക്ക് ഷീബയെ അറിയത്തുമില്ലായിരുന്നു. അതോടുകൂടി അവരുടെ കള്ളം വെളിച്ചത്തായി. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുകയാണ്. സുനിതയാകട്ടെ ഈ ബാലുചേട്ടനെ തലേന്ന് പോയി കണ്ടിരുന്നു. പല ദിവസങ്ങളിലും പീതാംബരൻ അവധിയെടുക്കുന്നത് സുനിതയ്ക്ക് സുഖമില്ലാന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവൾക്ക് വയറ്റിൽ മുഴയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അതോടുകൂടി അയാൾ പണിക്ക് വരാതെ കറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം സുനിതയ്ക്ക് ഉറപ്പായി. അവൾ ബാലുചേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം നാളെ SNDP മന്ദിരത്തിലേക്ക് വരണമെന്ന് പറയുന്നു. കള്ളം വിളിച്ചതായി എന്ന് മനസ്സിലായതോടുകൂടി പീതാംബരൻ പറയുന്നുണ്ട്, ഇത് ഞാൻ വെറുതെ ഇപ്പോഴും കള്ളം പറഞ്ഞതാ. യഥാർത്ഥത്തിൽ ഞാനും ഷീബയും തമ്മിൽ വേറൊരു
രീതിയിലാണ് പരിചയമുള്ളത്. ഷീബയുടെ ബ്രദറും ഞാനും ഒരിടത്തായിരുന്നു പണ്ട് വർക്ക് ചെയ്തിരുന്നത്. എന്നിട്ട് അയാൾ സുനിതയോട് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ അതും പറയാതെ തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് കാണിക്ക്, ഞാനും ഷീബയും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ആൻസിയും കൂട്ടുകാരിയും ഓൾറെഡി തന്നെ സുനിതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ആൾക്കാരെ വിളിച്ച് കൂട്ടുമ്പോൾ തന്നെ പീതാംബരൻ ചേട്ടൻ അറിയാം ചേച്ചിയുടെ കയ്യിൽ എന്തോ തെളിവുണ്ടെന്ന്. അതുകൊണ്ട് പീതാംബരൻ ചേട്ടൻ ആൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് മാത്രമേ ചേച്ചിയുടെ കയ്യിലുള്ള തെളിവ് ചേച്ചി പുറത്തേക്ക് വെക്കാവൂ. അത് മനസ്സിലുണ്ടായിരുന്ന സുനിതയാകട്ടെ ബാലുചേട്ടനോട് പറയുന്നുണ്ട് ആ സാധനം എടുക്കാൻ. അവൾ തലേന്ന് പോയപ്പോൾ ബാലുചേട്ടന്റെ കയ്യിൽ ആ കാൾ ലിസ്റ്റിന്റെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവളത് കയ്യിൽ വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പീതാംബരം കാണുമെന്ന് ഉറപ്പാണ്. ആ സഭയിൽ വെച്ചിട്ട് അയാൾ അത് എല്ലാവരുടെയും മുൻപിൽ കാണിക്കുന്നു. അതിൽ നിന്നും പീതാംബരം ഷീബയുടെ നമ്പറിലേക്ക് വിളിച്ചിരിക്കുന്ന കോളുകളെല്ലാം തന്നെ അവർ കാണുകയും അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. ഷീബയെ എന്നൊക്കെ ഒരു 45 മിനിറ്റ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഒരു 3 മിനിറ്റ് ഈ ബാലുചേട്ടനെയും ഈ പീതാംബരം വിളിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അയാളെ പിറ്റേന്ന് ജോലിക്ക് വരില്ല, ഭാര്യയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയായിരുന്നു. എന്തായാലും ഇത് ഷീബയുടെ നമ്പർ തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഷീബ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്, ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. പീതാംബരൻ ചേട്ടൻ പലപ്പോഴും വേണ്ടാന്ന് പറഞ്ഞതാ, ഞാനായിട്ട് അത് ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയത്. സുനിതനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, പീതാംബരൻ ചേട്ടന്റെ മൊബൈൽ ഫോണിലെ ഫോട്ടോ. അതുകൊണ്ട് സുനിത അന്ന് കടയിൽ വന്നപ്പോൾ ഞാൻ ആകെ ടെൻഷനായതും. ഇതെല്ലാം കേട്ട് എല്ലാവരും പീതാംബരനെ ചോദ്യം ചെയ്യാനും കുറ്റപ്പെടുത്താനും ഒക്കെ തുടങ്ങി. അവസാനം പീതാംബരൻ എല്ലാത്തിനും മാപ്പ് പറഞ്ഞിട്ട് സുനിതയോട് പറയുന്നുണ്ട്, ഇനി നീ അറിയാത്ത ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല, എനിക്ക് വേറെ ആരും വേണ്ട, നീയും എന്റെ മോളും മാത്രം മതി. പക്ഷെ സുനിത അപ്പോഴും ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുകയായിരുന്നു. കുറെ നേരം ആലോചിച്ച് നിന്നിട്ട് സുനിത പറയുന്നുണ്ട്, ഇതല്ല യഥാർത്ഥ സത്യമെന്ന്. ഷീബയുടെ നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷീബ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. അതിന്റെ പിന്നിൽ വേറെ എന്തോ കാര്യമുണ്ട്. ഒന്നുകൂടി ആ നമ്പറിലേക്ക് വിളിക്കാൻ പറയുന്നു. പക്ഷെ ആ നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് ഷീബയുടെ ഫോൺ റിങ് ചെയ്യുന്നില്ല. ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് മറ്റൊരു പെൺകുട്ടിയായിരുന്നു. ഇത് ഷീബയുടെ നമ്പറിലെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, അതേന്ന്, ഞാൻ ഷീബയുടെ അനുജത്തി സുജിയാണ്, ചേച്ചിയുടെ അപ്പുറത്തെ വീട് വരെ പോയതാ, ഞാൻ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ചിട്ട് വരാം, ഇതാരാ സംസാരിക്കുന്നത്. സുനിത പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അവളോട് സംസാരിക്കുന്നു. ചേച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അനുജത്തി അല്ലേ കിട്ടുന്നതെന്ന് ചോദിക്കുന്നു. ഇത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഇതോടെ അവസാനിപ്പിച്ചോളാനും സുനിത പറയുന്നു. ഇനിയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം കാണിക്കുന്നത്. പീതാംബരൻ മുകളിലത്തെ വീട്ടിലെ അമേരിക്കക്കാരുടെ വണ്ടിയുമായിട്ട് പലപ്പോഴും ഓട്ടം പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഓട്ടം പോകുന്ന വഴിക്ക് പരിചയപ്പെട്ടതായിരുന്നു സുജയെ. അവൾ ചെറുതായിട്ട് മോഡലിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പലയിടത്തും ഫോട്ടോസ് എടുക്കാൻ പോകും. പതിയെ പതിയെ പീതാംബരനുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് സുജ. അതിലൂടെ തന്നെ പലയിടത്തും അവൾക്ക് ഓട്ടം പോകുന്ന സമയത്തൊന്നും തന്നെ പീതാംബരൻ അവളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാറില്ല. തനിക്ക് അച്ഛനും അമ്മയും ഒന്നും തന്നെ ഇല്ല, പിന്നെ ആകെയുള്ളത് ഒരു ചേച്ചിയാണ്. നടക്കാത്ത കുറെ ബിസിനസ് സ്വപ്നങ്ങളെല്ലാം കണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടവെല്ലാം വാങ്ങിച്ചു കൂട്ടി എല്ലാ ബിസിനസ്സും പൊട്ടി പാളിഷായി നടക്കുന്ന ചേച്ചി. അങ്ങനെ അവളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് പീതാംബരനെ അവൾ അവളുടെ വലയിലാക്കി. പിന്നീട് കാറിന് പകരം അവർ ബൈക്കിലായിരുന്നു യാത്ര. അതുകൊണ്ടാണ് അയാൾ ബൈക്ക് കഴുകാൻ തുടങ്ങിയത്. അവൾ പറഞ്ഞിട്ട് തന്നെയാണ് ആ താടി വടിച്ചതും. അവൾക്ക് വേണ്ടിയായിരുന്നു അയാൾ എല്ലാം തന്നെ ചെയ്തത്. അവളെ ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ പീതാംബരൻ തന്റെ ഫോണിലും അവളുടെ ഫോട്ടോസ് എടുക്കുമായിരുന്നു. ഇത് ചേട്ടന്റെ വൈഫെങ്ങാനും കാണില്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇനി മുതൽ അവൾ എന്റെ ഫോൺ ഉപയോഗിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ആ ഫോട്ടോസ് എല്ലാം തന്നെ അയാളാകട്ടെ സുജിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ അറിയാതെ തന്റെ വൈഫ് സുനിതയുടെ ഒരു ഫോട്ടോയും പോകുന്നുണ്ട്. ഫോട്ടോ കണ്ടതിലൂടെയാണ് സുജിക്ക് സുനിതയെ പരിചയം. പല സ്ഥലങ്ങളിലും പോയി ഫോട്ടോ എടുക്കണമെന്ന് സുജിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുള്ള ഒരുപാട് കാശ് ചെലവാകും. ഫോട്ടോസ് താനെടുത്തു തരാമെന്നാണ് പീതാംബരൻ പറയുന്നത്. പിന്നീട് അയാൾ ഇടയ്ക്കിടയ്ക്ക് സുജിയും കൊണ്ട് അതിരപ്പള്ളി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പോകുന്നത് പതിവായി. എന്നാൽ അതിനിടെയെല്ലാം തന്നെ സുനിത അയാളെ സംശയിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ അയാളാകട്ടെ സുനിത അത് മറ്റുള്ളവരോട് പറയുന്നതിന് മുൻപ് തന്നെ നാട്ടുകാരോട് അയാളായിട്ട് പറഞ്ഞു പരത്തുന്നു തന്റെ ഭാര്യയ്ക്ക് സംശയരോഗമാണെന്ന്. അതിനിടയ്ക്ക് ഒരു ദിവസം ആകട്ടെ സുജ പീതാംബരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചേട്ടൻ അയച്ച മെസ്സേജ് എന്റെ ഒരു അകന്ന ബന്ധു കണ്ടുവെന്ന്. അത് കുറച്ച് ഇഷ്യൂസ് ആയി. അങ്ങനെ ഒരു ദിവസം അയാൾ പീതാംബരനെ വിളിച്ചിട്ട് കുറെ ചൂടാകുന്നു. നിന്റെ വണ്ടിയിൽ കയറുന്ന പെണ്ണുങ്ങളുടെയൊക്കെ നമ്പർ എന്തിനാടാ നീ വാങ്ങിക്കുന്നതെന്നും എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നതെന്നും ചോദിച്ചിട്ട്. അന്ന് ആ ടെൻഷനിലായിരുന്നു വീടിന്റെ പുറത്തു നിന്ന് പീതാംബരൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സംഭവത്തിന് ശേഷമാണ് അയാൾ ആ സിമ്മ് കളഞ്ഞതും ആ ഫോൺ തന്നെ മാറ്റിയിട്ട് ചെറിയ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയതും. നീ എന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഞാനത് പല പാർട്ടാക്കി മാറ്റിയിട്ട് പലയിടത്തും വെച്ചത്. രാത്രിയിൽ സുജയെ ഫോൺ ചെയ്യാൻ വേണ്ടിയായിരുന്നു അയാൾ മുകളിലത്തെ വീട്ടിൽ കിടക്കാൻ പോയത് തന്നെ. അങ്ങനെ ഒരു ദിവസം സുജയും പീതാംബരനും ഒരുമിച്ച് ആ വീട്ടിലിരിക്കുന്നത് ഷീബ കാണുന്നു. ഷീബ ഇല്ലാന്ന് കരുതിയാണ് അയാൾ അവിടെ വന്നത്. സംഭവം ആകെ വലിയ ഇഷ്യൂ ആയി. സുജയാകട്ടെ പീതാംബരനെ വിളിച്ച് പറയുന്നുണ്ട്, ചേച്ചി എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണമെങ്കിൽ ചേച്ചിക്ക് കുറച്ച് കാശ് കൊടുക്കണമെന്ന്. ചേച്ചിക്ക് പുതിയതോ ബിസിനസിന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. അത് ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കാമെന്നാണ് പീതാംബരൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചേച്ചി നമ്മുടെ കാര്യത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ. അങ്ങനെ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും കുറെ കാശ് കടം വാങ്ങി ഷീബയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാനായിരുന്നു അന്ന് പീതാംബരൻ പോയത്. ആൻസി അന്നായിരുന്നു അയാളെ ഫോളോ ചെയ്തു പോയത്. ഷീബയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് അയാൾ അവിടെ വെച്ച് ഷീബയുടെ കയ്യിൽ കാശ് കൊടുത്തു. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് സുജ എന്നെ വിളിച്ചിരുന്നു, നീ അവിടെ ചെന്നു എന്ന് പറഞ്ഞിട്ട്. സുജയുടെ ഫോണിൽ നിന്റെ ഫോട്ടോ ഉണ്ടായത് കൊണ്ട് തന്നെ അവൾക്ക് ആളെ മനസ്സിലായി. കൂടാതെ നീ ആൾക്കാരെ എല്ലാം തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ അറിഞ്ഞതോടെ എനിക്ക് മനസ്സിലായി നീ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന്. അതുകൊണ്ട് നേരെ ഷീബയുടെ കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു നാടകം അവതരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു. ആ സമയത്ത് ആ കോൺട്രാക്ടർ ആകട്ടെ സുജിയുടെ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞിട്ട് ഷീബയുടെ കയ്യിൽ നിന്ന് സുജിയുടെ ഫോട്ടോ വാങ്ങി. ഇവർ അതിരപ്പള്ളിയിൽ ഒരു റിസോർട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ, ആ റിസോർട്ടിന്റെ പണിയും ഈ കോൺട്രാക്ടർ ആയിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് ആ റിസോർട്ട് ഉടമയെ വിളിച്ചിട്ട് ഈ പെണ്ണിന്റെ ഫോട്ടോ സഹിതം കാണിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് ആ റിസോർട്ട് ഉടമ പറയുന്നത് ഇവളിവിടെ സ്ഥിരം വരാറുള്ളതാ, ഒരുപാട് പേരുമായിട്ട് വരും, വന്നവരെ ആരും തന്നെ ഇവള് മുറിയിലിരുത്തത്തില്ല, അവരെയും കൊണ്ട് പുറത്തെല്ലാം പോയി ഫോട്ടോ എല്ലാം എടുത്തിട്ട് രാത്രിയിൽ വന്ന് കിടക്കുന്നത് കാണാം. അത് കേട്ടതും പീതാംബരൻ ഞെട്ടി. അവള് തന്നെ ചതിക്കുകയായിരുന്നു, ഒരുപാട് പേരുമായിട്ട് സുജിക്ക് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുനിതയ്ക്ക് കോള് വരുന്നു. ഷീലയുടെ കോളായിരുന്നു അത്. ഞാൻ അങ്ങോട്ട് വരണോന്ന് ഷീല ചോദിക്കുമ്പോൾ വേണ്ടെന്നാണ് സുനിത പറയുന്നത്. ഇനി ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് സീനും കൂടെ കാണിക്കുകയാണ്. സുനിത കോൾ ലിസ്റ്റിന്റെ 1-2 കോപ്പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു കോപ്പി ഷീലയെ ഏൽപ്പിച്ചിരുന്നു. ആരെങ്കിലും ഒരാൾ വരാതിരുന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ ഇവിടെയൊക്കെ കൊണ്ടുവരുമല്ലോ. അവൾക്ക് ഷീലയെ വിശ്വാസമായിരുന്നു. എന്തായാലും ബാലുചേട്ടൻ വരികയും അതവിടെ കാണിക്കുകയും ചെയ്തുകൊണ്ട് ഇനി ഷീല വരണ്ടെന്ന് സുനിത പറയുന്നു. ഇവിടെ പീതാംബരൻ ആകെ കലിപ്പിലാണ്. യഥാർത്ഥത്തിൽ സുജി എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് പീതാംബരൻ ചോദിക്കുന്നു. ഇനിയാണ് ഷീബ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. സുജിയും ഷീബയും തമ്മില് ഒരു ബന്ധവും ഇല്ല. അവർ രണ്ടുപേരും ജസ്റ്റ് ജോലി ചെയ്യുന്നിടത്ത് വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്. അവർ രണ്ടുപേരും ഒരു ഹോസ്റ്റലിൽ തന്നെയായിരുന്നു താമസം. ആ ഹോസ്റ്റലിൽ നിന്നും ഒരു വീട്ടിലേക്ക് മാറാൻ സുജ ആഗ്രഹിച്ചിരുന്നു. ഷീബയുടെ കയ്യിൽ നിന്നും ഒരു പഴയ സിം സുജ വാങ്ങുന്നു. ആ സിം ഉപയോഗിച്ചിട്ടായിരുന്നു അവൾ തന്റെ കാമുകന്മാരെ എല്ലാം വിളിച്ചിരുന്നത്. അവരുടെ സഹായത്തോടു കൂടിയാണ് അവൾ ഒരു വീടെടുത്ത് താമസം മാറുന്നത്. ഷീബയും അവൾ കൂടെ കൂട്ടി. ഫോട്ടോഷൂട്ട് നടത്തുന്നിടത്ത് ഫോട്ടോഗ്രാഫറും ലൈറ്റ്മാനും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരിൽ പലരും ഇവളുടെ കാമുകന്മാരായിരുന്നു. എന്നാൽ അവർക്ക് ആർക്കും തന്നെ അത് പരസ്പരം അറിയില്ല. ഇവള് മനഃപൂർവ്വമാണ് ഷീബ വീട്ടിലില്ലാന്ന് പറഞ്ഞിട്ട് ഓരോ കാമുകന്മാരെയും വീട്ടിലേക്ക് വിളിച്ചത്. കറക്റ്റ് സമയത്ത് ഷീബ കയറി വരികയും ഇവരെ കൈയോടെ പിടിക്കുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യും. ആ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഷീബയ്ക്ക് കുറച്ച് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സുജ ഇവരുടെ കയ്യിൽ നിന്നെല്ലാം കാശ് വാങ്ങും. അന്ന് സുനിത വീട്ടിൽ വന്നപ്പോൾ സുജ ഒന്ന് പേടിച്ചിരുന്നു. ആ ഫോട്ടോ അപ്പൊ തന്നെ ഷീബയുടെ ഫോണിലേക്ക് അവൾ അയച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് സുനിത കടയിൽ വന്നപ്പോൾ ഷീബയും ഒന്ന് പേടിച്ചത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ സുജയാകട്ടെ പീതാംബരന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനെന്ന് ഷീബ ചേച്ചിക്ക് കാശ് കൊടുക്കാൻ പോയ സമയത്ത് ആരോ കണ്ടിട്ട് ചേട്ടന്റെ ഭാര്യ അറിയിച്ചതാണ്. അതുകൊണ്ടാണ് ചേട്ടന്റെ ഭാര്യയ്ക്ക് ഷീബ ചേച്ചിയെ സംശയം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് വേണം ഈ ഇഷ്യൂ സോൾവ് ആക്കാൻ. അങ്ങനെ പീതാംബരൻ ഷീബയെ വിളിക്കാൻ തീരുമാനിക്കുന്നു. സുജ അവളോട് പറയുന്നുണ്ട് പീതാംബരൻ വിളിക്കും, നിങ്ങൾ ഫോൺ എടുത്ത് സംസാരിക്കണമെന്ന്. എന്നാൽ ഷീബ പറയുന്നു എനിക്കിനി നിന്റെ ഈ കള്ളക്കളിക്കൊന്നും കൂട്ടുനിൽക്കാൻ വയ്യാന്ന്, ഒരുപാട് പ്രശ്നത്തിലേക്കാണ് നീ പോകുന്നത്. പക്ഷേ സുജ അവളെ ഭീഷണിപ്പെടുത്തുന്നു. പീതാംബരന്റെ ഭാര്യ അന്വേഷിച്ചു വന്നിരിക്കുന്നത് എന്നെയല്ല, ആ സിമ്മം ഷീബയുടെ പേരില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഷീബ പീതാംബരന്റെ കോൾ അറ്റൻഡ് ചെയ്ത് അയാളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിന്നാ മതി. അങ്ങനെ സുജയുടെ ഭീഷണി കാരണമാണ് പീതാംബരന്റെ കൂടെ ഇവിടെ വന്ന് ഈ കള്ള നാടകത്തിനെല്ലാം ഷീബയും കൂട്ടുനിൽക്കുന്നത്. പീതാംബരനെ പോലെ തന്നെ ഷീബയും ഇതിൽ പെട്ടുപോയതായിരുന്നു. എന്നിട്ട് സുജി ഇപ്പൊ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഷീബ പറയുന്നുണ്ട് അവളിപ്പോ എവിടെയോ ഫോട്ടോഷൂട്ടിന് പോയിരിക്കുക, അവളുടെ കുറെ കാമുകന്മാരുടെ കൂടെ. അവർക്ക് ആർക്കും പരസ്പരം അറിയില്ല, അവരെല്ലാവരും സുജിയുടെ കാമുകന്മാരാണെന്ന്. അങ്ങനെ തൽക്കാലം പ്രശ്നങ്ങളെല്ലാം അവര് പറഞ്ഞ് സോൾവ് ആക്കി. ഇനി പീതാംബരൻ ഒരു സ്ത്രീകളുമായിട്ട് ബന്ധത്തിന് പോകില്ല എന്ന് പറയുന്നു. പീതാംബരനോട് സുനിതയും ക്ഷമിക്കുന്നു. പക്ഷെ അതിനിടയിലും പീതാംബരനോട് ഷൺമു പറയുന്നുണ്ട് സുനിത ചേച്ചി ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യില്ല, മറ്റാരോ സുനിത ചേച്ചിയെ സഹായിച്ചിട്ടുണ്ട്, അത് ആരാണെന്ന് കണ്ടെത്തണം. ചേച്ചിയുടെ ഫോണിലെ കോൾ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ പീതാംബരനാകട്ടെ സുനിതയോട് പറയുന്നുണ്ട് നിന്റെ ഈ ഫോൺ മാറ്റിയിട്ട് ഞാനൊരു പുതിയ ഫോൺ വാങ്ങിക്കൊണ്ടുവരാമെന്ന്. ആ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ അവൾ വിളിച്ചിരിക്കുന്ന ആൾക്കാരുടെ നമ്പർ എല്ലാം തന്നെ അയാൾ എടുക്കുന്നു. ഷൺമോയിലോട് പറയുന്നുണ്ട് നമുക്ക് ഈ നമ്പേഴ്സിൽ വിളിച്ചു നോക്കാം, ചേച്ചിയെ സഹായിച്ച ആ ഒരു വില്ലൻ ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം. ആ സമയത്ത് ആൻസിയുടെ ഫോണിലേക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരാൻ തുടങ്ങി. അവൾ പേടിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഷൺമു ആകട്ടെ ആ കോൾ ലിസ്റ്റ് പ്രകാരം ആൾക്കാരെ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവിടെ പീതാംബര സുനിതയോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്ന്. അവളുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾ കണ്ടെത്തിയ കാര്യങ്ങൾ അവൾ പറയുന്നു. അതല്ല, നിന്നെ മറ്റാരോ സഹായിച്ചിട്ടുണ്ട് ഈ കോൾ ലിസ്റ്റ് മറ്റും എടുക്കാൻ വേണ്ടിയിട്ട്, അതാരാണെന്ന് പറയാൻ. അയാൾ കുറെ ചോദിച്ചു കഴിയുമ്പോൾ സുനിത പറയുന്നുണ്ട് അതാരാണെന്ന് ഞാൻ പറയാം, പക്ഷെ ചേട്ടൻ ഒരു കാരണവശാലും അയാളോട് പോയി സംസാരിക്കരുതെന്ന്. പീതാംബരം വാക്കു കൊടുക്കുന്നു, ഞാൻ ആ വ്യക്തിയോട് പോയി സംസാരിക്കില്ല. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു. ആൻസി സുനിതയോട് ഓൾറെഡി തന്നെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് പീതാംബരൻ ചേട്ടൻ ചേച്ചിയുമായിട്ട് നല്ല സ്നേഹത്തിലാവും. ആ സമയത്ത് ചേച്ചിയെ സഹായിച്ചത് ആരാണെന്ന് പീതാംബരൻ ചേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്റെ പേര് പറയരുത്. വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. സുനിത പറയുന്നത് ആൻസിയുടെ പേരായിരുന്നില്ല, ഇഡിയൻ എസ്ഐയുടെ പേരായിരുന്നു. ആ ഇഡിയൻ എസ്ഐ പണ്ട് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോഴാ അയാളെ പരിചയപ്പെടുത്തുന്നത്. വീണ്ടും അയാൾ എന്നെ സ്വന്തം സഹോദരിയെ പോലെ കാണുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അയാളെ വിളിച്ചാൽ മതിയെന്നും അയാളെ സഹായിക്കാമെന്നും എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അയാളാണ് ഈ കോൾ ലിസ്റ്റ് എടുക്കാനും മറ്റും എന്നെ സഹായിച്ചത്. ഞാൻ എന്റെ ഈ ഫോണിൽ നിന്ന് ആകെ 4 പേരെ വിളിച്ചിട്ടുള്ളൂ, നിങ്ങളെയും ഷീല ചേച്ചിനെയും ബാലു ചേട്ടനെയും പിന്നെ ആ ഇഡിയൻ എസ്ഐയും. സുനിത തന്റെ സ്വന്തം ഫോണിൽ നിന്ന് ഇവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അവൾ ആൻസിയോട് സംസാരിച്ചതെല്ലാം തന്നെ ആൻസി കൊടുത്ത ഫോണിൽ നിന്നായിരുന്നു. ഇവിടെ ഷൺമു ആകട്ടെ സുനിതയെ സഹായിച്ച ആ വ്യക്തിയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ നമ്പറിലേക്ക് വിളിക്കുന്നു. അത് ഇഡിയൻ എസ്ഐയുടെ നമ്പറായിരുന്നു. ആരാണെന്ന് അറിയാതെ ഷൺമു ആകട്ടെ അയാളെ കുറെ തെറി വിളിക്കുകയും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാന്ന് പറയുകയും ചെയ്തു. തന്റെ സ്ഥലവും പേരും ഓട്ടോ നമ്പറും എല്ലാം തന്നെ ഷൺമു പറഞ്ഞു കൊടുത്തിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഇഡിയൻ എസ്ഐ പറയുകയും ചെയ്യുന്നു. അതോടുകൂടി ഷൺമുവിന്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഒരു കോള് കണ്ടിട്ട് പേടിച്ചിരുന്ന ആൻസിയുടെ ഫോണിലേക്ക് വിളിച്ചത് ഷൺമു ആയിരുന്നില്ല, അത് ആ ഏരിയയിലുള്ള ഒരു സ്ത്രീയായിരുന്നു. കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ നല്ലതെന്ന് അറിയാൻ വേണ്ടിയാണ് അവരെ വിളിച്ചത്. ഇനി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി കഴിഞ്ഞാൽ ആൻസിയുടെ നമ്പറിലേക്ക് ഒരു മിസ് കോൾ അടിക്കണമെന്ന് നേരത്തെ തന്നെ സുനിതയോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കഴിയുമ്പോൾ സുനിത
സുനിതയാകട്ടെ ആൻസിയുടെ നമ്പറിലേക്ക് ഒരു മിസ് കോൾ അടിക്കുന്നു. മാത്രമല്ല അതിനുശേഷം അവൾ കൊടുത്ത ഫോൺ ഒരിക്കലും തിരിച്ചു കിട്ടാത്തടുത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് കാണിക്കുന്നത് സുനിതയും പീതാംബരനും ചേർന്നിട്ട് വള്ളത്തിൽ പോകുന്ന വഴിക്ക് ആ വള്ളത്തിലേക്ക് തന്നെ നമ്മുടെ ആൻസിയും ചെന്ന് കയറുന്നതാണ്. റോഡ് മാർഗം പോയാൽ മതി എന്ന് ഇവളോട് പറഞ്ഞതാ. ഇവൾ എന്തിനാണ് ഈ വള്ളത്തിൽ പോകാമെന്ന് നിർബന്ധം പിടിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പീതാംബരം വള്ളക്കാരനോട് സംസാരിക്കുന്നു. സുനിതയും ആൻസിയും തമ്മിൽ അറിയാത്ത പോലെയായിരുന്നു ഇരുന്നത്. എന്നാൽ ശരിക്കും വള്ളത്തിൽ പോകാൻ സുനിത നിർബന്ധം പിടിച്ചത് ആ ഫോൺ കളയാനായിരുന്നു. അവർ രണ്ടുപേരും വള്ളത്തിൽ പോകുന്ന വഴിക്ക് അവരെ സഹായിച്ച ആ ഫോൺ ആ വെള്ളത്തിനടിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.